സൂപ്പർ യമ്മി. ഈ പറഞ്ഞത് പറഞ്ഞു പറയിപ്പിച്ചാന്ന് തോന്നണ്ട, പക്ഷെ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടാ. എൻ്റെ മുതലാളി ആദ്യത്തെ വൈകിട്ട് ചോറ് എടുത്തതും കാണിച്ചത് ഈ എക്സ്പ്രഷൻ തന്നെയാണ് കേട്ടാ. പിന്നെ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒന്നുകൂടെ ചെയ്യിപ്പിച്ചതേ ഉള്ളൂ. അത് പിന്നെ അല്ലേലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെ ടിപ്സ് ഇട്ടിട്ട് ഫുഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഉമ്മാൻ്റെ ഒരു ഉണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റിന്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും അല്ലേ. അതായത് രമണ, ദിസ് ഇസ് സൺഡേ സ്പെഷ്യൽ മിക്സഡ് ബിരിയാണി. നമ്മളെ നാട്ടിൽ ഇതിനെ കുഷ്കാന്നും കൂടിയും പറയൂട്ടാ. അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഇവനാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ താരം. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അല്ലല്ല, അങ്ങനെ പറഞ്ഞ ഞാൻ പറയുന്നത് നുണയായി മാറും. കാരണം ഇതുണ്ടാക്കണത് ഞാനല്ലല്ലോ, ഉമ്മയാണല്ലോ. കാരണം ഈ റെസിപ്പീന്റെ മാസ്റ്റർ പ്ലാൻ ഉമ്മാൻ്റെതാണ് കേട്ടോ. ഇതിൽ എൻ്റെ റോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ഒരു ഹെൽപ്പർ മാത്രമാണ് കേട്ടോ. അത് പിന്നെ അല്ലേലും അങ്ങനെ തന്നെയാണല്ലോ. കാരണവക്കന്മാരുണ്ടാവുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് തലകൊണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ ആരെങ്കിലും യോജിക്കുന്നുണ്ടെന്നൊന്ന് പറയാം. ഇതാ ഹെൽപ്പറിന്റെ പണി ഞാൻ ഭംഗിയായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നും കണ്ടില്ല, വീഡിയോ എടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ. അതായത് നമ്മൾ ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറുന്നു. അപ്പോൾ ആ കാര്യത്തിലേക്ക് തന്നെ വന്നാലും ഇപ്പം ഇതാ ഇറച്ചിയെല്ലാം വൃത്തിയാക്കിയിട്ട് അതിൽ മസാലകളെല്ലാം ഇട്ടീന് കേട്ടോ. വെറും മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പ് ഇട്ടിട്ട് മസാല ആക്കി വെച്ചിട്ട് അത് ഇതാ പൊരിക്കാൻ ഇട്ടീന് കേട്ടോ. അപ്പം അത് അവിടെ കിടന്ന് ഫ്രീ ആവട്ടെ. അപ്പം ഇന്നത്തെ താരത്തിന് ഉണ്ടാക്കാൻ പോണത് നമ്മൾ അടുപ്പിലാണ് കേട്ടോ. അപ്പം ഇതാകുമ്പോൾ ഒരു കലം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം അതിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിക്ക് ഉള്ളി ഇട്ടിട്ട് വാട്ടാൻ വെച്ചീന്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇത്ര വലിയ ചെരുവെന്നല്ലേ, അകപ്പാടെ നാലാൾക്ക് ഇത്ര വലിയ ചെരുവം വേണോ? അതങ്ങനെയല്ലടാ, ഇന്ന് പണിക്കാരും കൂടി ഉണ്ട് കേട്ടാ. എത്ര തന്നെ തയ്യാറെടുപ്പുകൾ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ വന്നാലും ഒരു പേടി അതെന്തായാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടാ. എന്നാലും തട്ടിമുട്ടിയിട്ട് പറ്റുന്ന പോലെയെല്ലാം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടാണെന്നാണ് എൻ്റെ പ്രതി. അപ്പോൾ ഈ തള്ളലിൻ്റെ ഇടയ്ക്ക് കൂടെ അവിടെ നടക്കുന്ന ബിരിയാണീൻ്റെ കാര്യം കൂടി പറയാൻ ഞാൻ മറന്നു പോകണ്ടട്ടാ. അപ്പോൾ ഉള്ളി വാട്ടാൻ വെച്ചിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും മുറിച്ചിട്ട് കൊടുത്തിന്, അതും കൂടി കിടന്ന് വാടട്ടെ. അപ്പത്തിന് ഇതാ ഇറച്ചിയെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കരിയാപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പെല്ലാം കുനുകുനാന്ന് ഇട്ടീനട്ടാ. പിന്നെ അതും കൂടി ഒന്ന് വാട്ടി. അപ്പോൾ ഇതാ ഒന്ന് കൂടിയാലോ ഒന്ന് കുറഞ്ഞാലോ നമ്മൾ ഈ താരത്തിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകുന്ന സാധനങ്ങളാണ് കേട്ടോ ഇന്ന് ഇടാൻ പോകുന്നത്. അതായത് ചിക്കൻ മസാലയും ബിരിയാണി മസാലയും കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടീനട്ടാ. പിന്നെ ചെറുനാരങ്ങ നീരും. ഈ പാട്ട് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണിക്കാർക്കും കൂടിയുള്ള ചോറാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ തിളക്കണ കാണുമ്പോൾ കല്യാണരാമനിലെ സലീം കുമാർ പറഞ്ഞ പോലെ എന്തിനോ തിളക്കണ സാമ്പാർ എന്ന് അറിയില്ലേ, എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വന്നത്. എന്തിനോ തിളക്കണ ബിരിയാണി, അങ്ങനെ എന്തിനോ പറഞ്ഞ ശരിയാവില്ല കേട്ടോ. എൻ്റെ മനസ്സിൽ അപ്പം തോന്നിയേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വൈകുന്നേരം കുറക്കറാന്ന് കുറക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഇതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയിന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കിക്കോളി. പിന്നെ ഇതാ ദമ്പിനിട്ടിട്ടുണ്ട്. അത് തുറന്നപ്പോൾ ഒരു നല്ല മണം വന്നിന് കേട്ടോ, അടിപൊളി. അപ്പോൾ ഓക്കെ, ബൈ.